ആയുർവേദ ശാസ്ത്ര രീതിയിൽ നല്ലൊരു പ്രജയ്ക്ക് വേണ്ടി, നല്ലൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ ദമ്പതികൾ എന്ന് പറയാം, ദമ്പതികൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ ശീലിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വർജിക്കണം, എങ്ങനെയൊക്കെ ആയാൽ നല്ലൊരു സന്താനത്തെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, നമുക്കും നമ്മുടെ നാടിനും എല്ലാം പ്രയോജനകരമായ രീതിയിലുള്ള ഒരു സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്ന് വിവരിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഒരു വൈദ്യൻ ആ വൈദ്യൻ്റെ അടുത്തേക്ക് കുട്ടികൾക്കുണ്ടാകാൻ വേണ്ടി ആവശ്യമായി അല്ലെങ്കിൽ ഉണ്ടാകാതിരുന്നതിൻ്റെ വിഷമത്തിൽ വന്നിരിക്കുന്ന ദമ്പതികളെ ചികിത്സിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരാൾ വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് കുറേ കാര്യങ്ങളും വളരെ അടുത്ത് തന്നെ അവരോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി കുറേ നല്ല ഉപദേശങ്ങൾ അവർക്ക് ആദ്യം കൊടുക്കുക, കൗൺസിലിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ആ നല്ല ഉപദേശങ്ങളിൽ വരുന്നത് ഇപ്പോൾ പുരുഷനും സ്ത്രീയും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പ്രത്യുൽപാദനപരമായ അവസ്ഥയ്ക്ക് രണ്ടുപേരും ഒരേപോലെ ബാധ്യസ്ഥരാണ്. ചിലർ ചോദിക്കാറുണ്ട് ആർക്കാ കുഴപ്പം, ഇപ്പം അറിഞ്ഞിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല എങ്കിലും ചോദിക്കാറുണ്ട്. അപ്പം പുരുഷനുള്ള കുഴപ്പം വരാം, സ്ത്രീക്കുള്ള കുഴപ്പം വരാം, രണ്ടുപേർക്ക് ചേർന്ന കുഴപ്പം വരാം. ചിലപ്പോൾ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ സ്ഥൂലമായ കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ, പക്ഷേ സൂക്ഷ്മമായ ഒത്തിരിയും കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. നമ്മൾ മനുഷ്യർ ഈ പ്രകൃതിയുടെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഭാവമാണ്. അപ്പം നമ്മളെക്കാളും സൂക്ഷ്മമായ ഭാവങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാം. ആ കുഴപ്പമുണ്ടാകാതിരിക്കുന്ന അവസ്ഥയിലും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആധുനിക കാലത്ത് ജീവിതത്തിൻ്റെ വേഗത്തിൽ നാം മറന്നുപോകുന്ന പലതും കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന് കാരണമായി തീരാം. നേടുന്നതിനു വേണ്ടിയുള്ള തിടുക്കത്തിനിടയിൽ നാം കൈവിട്ടു പോകുന്ന മൂല്യങ്ങൾ നമ്മുടെ പരമ്പരകളെ തന്നെയും ബാധിച്ചേക്കാം. സബ്ഫെർട്ടിലിറ്റിക്ക് അഥവാ കുട്ടികൾ ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക വ്യാപാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഫെർട്ടിലിറ്റിയിലേക്ക് മാറ്റാൻ. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ബീജത്തിൻ്റെ കൗണ്ടിൽ 20% വരെ അവരുടെ മാനസിക വ്യാപാരത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിനർത്ഥം നമ്മൾ എങ്ങനെയാണ് വിഷയങ്ങളെ കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ കാര്യത്തിനെ സമീപിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിലായിട്ട് ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളായിട്ട് ബന്ധപ്പെട്ട്, അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വളർച്ചയുടെ കാലഘട്ടത്തിൽ വന്ന മനസ്സിൻ്റെ എല്ലാ കറകളും ഒക്കെ ഇതുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്നൊക്കെ ഒരു റേപ്പ് വിക്ടിമിന് ആയിട്ടുള്ള സ്ത്രീക്ക് പലപ്പോഴും കുട്ടികളുണ്ടാവാനുള്ള സാധ്യത വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഒരു പ്രത്യേക മാനസിക സാഹചര്യത്തിൽ അവരെ ആക്രമിക്കപ്പെടുന്നതിനുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന മുറിവ് പിന്നീട് അവരുടെ ഫെർട്ടിലിറ്റിക്ക് ഒക്കെ വളരെ പ്രധാനമായിട്ട് കാണാറുണ്ട്. പുരുഷന്മാരുടെ ഇടയിലും ഇത്തരത്തിൽ പല ആക്സിഡൻറ്റുകൾ, അങ്ങനെയുള്ള പല രോഗങ്ങളും നമുക്ക് മനസ്സിന് ആഴത്തിലുണ്ടാക്കുന്ന മുറിവുകൾ പ്രതിഫലനമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാട് അതിലേക്കുണ്ടാവണം. അതിൽ 3 തരത്തിലാണ് അതിൽ വേണ്ടത്. ഒന്ന്, ആ വ്യക്തിയെ, അതായത് ആരാണോ ഈ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിട്ട്, ആ വ്യക്തിയോടുള്ള നമ്മുടെ സമീപനം എന്ത്, ശാരീരികമായ സമീപനം, മാനസികമായ സമീപനം, ആ വ്യക്തിയോടുള്ള കാഴ്ചപ്പാട്, ഇത് ഫെർട്ടിലിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. മറ്റൊന്ന്, ഏത് അന്തരീക്ഷത്തിലാണ് നമ്മൾ, ഏത് സംസ്കാരത്തിലാണ് നമ്മളിത് വളർന്നു വന്നിട്ടുള്ളത്, അതൊക്കെ ഇതിന് അനുഗുണമായിട്ട് അല്ലെങ്കിൽ ഇതിന് പോഷകമായിട്ട് നിലനിൽക്കും. ഉദാഹരണമായിട്ട് ഒരു IT കമ്പനിയിലെ ജോലിയാണ്. തുടർച്ചയായിട്ട് നമ്മൾ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു റൂമിനകത്തിരുന്നു, അവിടുത്തെ പ്രത്യേക തരത്തിലുള്ള സ്ട്രെസ്സ് അഥവാ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ അവരുടെ മാനസിക വ്യാപാരങ്ങളെ, പ്രത്യേകിച്ച് വാദപ്രകോപം ഒക്കെ ഉണ്ടാക്കിയിട്ട്, അപാനനും പ്രാണനും സഹോദരന്മാരെ പോലെയാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് പല പ്രവൃത്തികൾക്കും യോജിക്കുകയും ചെയ്യും, വിയോജിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അപാനനാണല്ലോ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആൾ. അതുകൊണ്ട് എന്തുണ്ടാവും, പല മാനസിക സമ്മർദ്ദങ്ങളും ഇവരുടെ ഫെർട്ടിലിറ്റിയെ തന്നെ വളരെ ആഴത്തിൽ ബാധിക്കും. അതുമാത്രമല്ല, വളരെ ചെറുപ്പകാലത്തിൽ തന്നെ ഇവരുണ്ടാക്കിയെടുക്കുന്ന ചില കാഴ്ചപ്പാടുകൾ, ഉദാഹരണമായിട്ട് വിവാഹം കഴിഞ്ഞു, നമുക്ക് ഇപ്പോൾ കുട്ടികൾ വേണ്ട, നമുക്കൊരു 5-10 വർഷം കഴിഞ്ഞിട്ട് മതി എന്നൊരു തീരുമാനം മാനസികമായ തലത്തിൽ എടുക്കുന്നു.
ഒരു പക്ഷേ അവർ ബാഹ്യമായ കോൺട്രാസെപ്റ്റീവ്സുകൾ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കാം. അതിനേക്കാൾ അത് നിർത്തിക്കഴിഞ്ഞ് വീണ്ടും നമുക്കൊരു ഘട്ടത്തിലേക്ക് തിരിച്ചു വരാം എന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കാം. പക്ഷേ എന്ത് സംഭവിക്കുന്നു, ഈ കോൺട്രാസെപ്റ്റീവ് പോലുള്ള സാധനങ്ങൾ കുറച്ച് വർഷത്തിന് ശേഷം നിർത്തിയാലും പലർക്കും കുട്ടികളുണ്ടാവുന്നില്ല. ഒരു അൺനോൺ സബ്ഫെർട്ടിലിറ്റി എന്നൊക്കെ പറയുന്നത്. കാര്യം അറിയില്ല, എന്ത് കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം വളരെ ആഴത്തിൽ തനിക്ക് ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്ന ചിന്ത അത് ശരീരത്തിൽ തന്നെ ഹോർമോണിൻ്റെ തലത്തിൽ ഒക്കെ അത് വളരെ ബാധിക്കുന്നു. സംസ്കൃതത്തിൽ പറഞ്ഞാൽ യത് ഭാവേതി തദ്ഭവതി, എന്താണോ നമ്മൾ സങ്കല്പിക്കുന്നത് അത് അവിടെ സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ വളരെ ആഴത്തിൽ ഇങ്ങനെ നമുക്ക് കുട്ടികൾ വേണ്ട എന്ന തീരുമാനങ്ങൾ പിന്നീട് വേണമെന്ന ആ ഒരു ദൃഢനിശ്ചയത്തിലേക്ക് ശരിയാക്കിയെടുക്കാൻ ഒരുപാട് കാലഘട്ടം പിടിക്കാം. പലപ്പോഴും പല ആയുർവേദ ചികിത്സകളൊക്കെ ഞങ്ങളതിന് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം മനസ്സിൻ്റെ ഈ ഒരു സ്ഥിരതയെ അല്ലെങ്കിൽ അന്നെടുത്ത ചില നിശ്ചയ തീരുമാനങ്ങളെ ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സന്താനലബ്ധിക്ക് വേണ്ടിയുള്ള ചികിത്സകളിൽ ഉപയോഗപ്പെടുത്താവുന്ന ഫലസർപ്പിസ് പോലെയുള്ള നിരവധി ഔഷധങ്ങളുണ്ട് ആയുർവേദത്തിൽ. പ്രകൃതിയുടെ വരദാനമായ ഒട്ടനവധി പച്ചമരുന്നുകളുടെ സംയോഗമാണ് ഫലസർപ്പിസ്. കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായ ചില കാരണങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ ഉത്തമമായ ചികിത്സകളുമുണ്ട്. സ്ത്രീവന്ധ്യതയ്ക്ക് കാരണമായിട്ടുള്ള ജാതഗ്നി എന്ന് പറയുന്ന ആയുർവേദ ശാസ്ത്രം പറയുന്ന ഒരു രോഗാവസ്ഥയാണ് ജാതഗ്നി എന്ന് പറയുന്നത്. നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയം ഹെൽത്തി അല്ലാത്തൊരവസ്ഥ. നോർമലി അതൊരു 5 to 10 mm ഇതിൽ വരും. അതിൻ്റെ തിക്നെസ്, എൻഡോമെട്രിയൽ തിക്നെസ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുകയും അത് ഓരോ മെൻസ്ട്രുവേഷൻ വരുമ്പോഴും അത് പൊട്ടി അതിലെ സെല്ലുകൾ, മൃതമായിട്ടുള്ള സെല്ലുകളും ബ്ലഡും കൂടെ പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ പലരിലും പോഷകക്കുറവ് മൂലം പല കുട്ടികളും ഇപ്പോൾ പീരീഡ്സ് ആവും, പിന്നെ കുറച്ച് നാൾ എല്ലാ മാസം കൃത്യമായിട്ട് വരാം, സ്കാൻഡി ആയിട്ട് വരാം, കുറച്ച് മാത്രമുള്ള അവസ്ഥ, ജനറൽ ഹെൽത്ത് കുറയുന്നത് മൂലം. അതുപോലെ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കുറയുന്നത് കൊണ്ട് ഈ എൻഡോമെട്രിയത്തിൻ്റെ കനം കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഗർഭാശയ ഭിത്തികൾക്ക് ബലം കുറയുക. ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിൽ ഭ്രൂണം ഫലോപ്പിൻ ട്യൂബിൽ നിന്ന് ക്രമേണ യൂട്രസിൽ വന്ന് അവിടെ ഫിക്സ് ചെയ്യുമ്പോൾ അതിനോട് കൃത്യമായിട്ട് ബലപ്പെട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ചിലപ്പോൾ 2 മാസമൊക്കെ ആകുമ്പോൾ അബോർട്ട് ചെയ്തു പോവാം, ഹാബിച്വൽ അബോർഷൻ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് അബോർഷൻ ടെൻഡൻസി വരിക. ചിലത് കുറേ നാൾ വളർന്നതിന് ശേഷം സ്റ്റിൽ ബർത്തായിട്ടുണ്ടാകുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ വരുന്ന ഒരു ജനറലായിട്ടുള്ള പോഷകക്കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ജാതഗ്നി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ ഇത് തന്നെയാണ് പറയുക. എൻഡോമെട്രിയത്തിൻ്റെ ഹെൽത്ത് കുറയുന്നതും അതുപോലെ കൃത്യമായിട്ടുള്ള പോഷക ആഹാരങ്ങളുടെ അഭാവമൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരിക. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയത്തിനെ ബലപ്പെടുത്തും. ഏറ്റവും പോഷകമായിട്ടുള്ള അശോകഘൃതം, അതുപോലെ സുകുമാരഘൃതം, ഫലസർപ്പിസ് ഇതൊക്കെ കൊടുക്കാം. ഈ നെയ്യുകൾ ഒരു ടീസ്പൂൺ വീതം 2 നേരം കഴിക്കാനായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വിതാരിയാദി കഷായം, ദ്രാക്ഷാദി കഷായം ഇതൊക്കെ അവരുടെ ദഹനത്തിനും അവസ്ഥയ്ക്കും അനുസരിച്ച് കൊടുക്കുക. 15 മില്ലി കഷായം 60 ml വെള്ളം ചേർത്ത് 2 നേരം കഴിക്കാനായിട്ട് കൊടുക്കുക. പൂർണ്ണ വിശ്രമം കൊടുക്കുക, വെള്ളം നന്നായിട്ട് കഴിക്കുക. ഇങ്ങനെ ജനറലായിട്ട് ആ സ്ത്രീയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുമ്പോൾ ഇതിനെ ഏറ്റവും ഈ ഭ്രൂണം വളർന്ന് വലുതായിട്ട് സാധാരണ രീതിയിലൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ അത് ഈ പറയുന്ന ജാതഗ്നിയിൽ പറയുന്ന ലക്ഷണങ്ങളും ചികിത്സയും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും.